ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഹമാസ് അന്ന് തുടങ്ങി വെച്ചത് ഇന്ന് എവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കണ്ടതാണ്. അതായത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി എന്നല്ല, എവിടെയൊക്കെ തങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ഭീകര സംഘടനകളുണ്ടോ അവിടേക്കൊക്കെ ഇസ്രായേൽ പിന്നീട് തുടർന്നും ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഭീകരത ഉന്മൂലനം ചെയ്യും, ഞങ്ങളുടെ ജനങ്ങളുടെ സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പിന്നീട് ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. അവിടെയൊക്കെ ഹമാസ് സ്വീകരിച്ചത് ആശുപത്രി കെട്ടിടങ്ങൾക്ക് അടിയിൽ ഇവരുടെ ഭീകര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുക, അതോടൊപ്പം സാധാരണക്കാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ മനുഷ്യ കവചമാക്കി നിർത്തിക്കൊണ്ട് അതിനുള്ളിൽ ഈ ഭീകരർ ഒളിച്ചു താമസിക്കുക, ഇതൊക്കെയാണ് അവർ അവലംബിച്ച നയം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് ഒരു ഉറൂസുമായി ബന്ധപ്പെട്ട ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ കേരളത്തിൽ CPM ആഹ്വാനം ചെയ്യുന്ന ഈ സമരമുറയും അതോടൊപ്പം തന്നെ അവർ വച്ചുപുലർത്തുന്ന അല്ലെങ്കിൽ ഹമാസ് വച്ചുപുലർത്തുന്ന ചില നയവും നിലപാടുകളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ CPM-ന് ആലോചിച്ചുകൂടെ? തങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്, തങ്ങൾ എന്തിനെയാണ് അനുകൂലിക്കുന്നത്, തങ്ങൾ എന്തിനു വേണ്ടിയാണ് ആഹ്വാനം ചെയ്യുന്നത്, ഇവർ എന്തുമാത്രം സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ പ്രത്യയശാസ്ത്രം ഭീകരത തന്നെയല്ലേ എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇവിടെ CPM ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പുണ്ട്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് CPM. കാരണം ഈ CPM കൊലക്കത്തി കൊണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എടുക്കുക, കേരളത്തിൽ പ്രത്യേകിച്ച് എടുക്കുക, എത്ര നൂറുകണക്കിന് പേരെയാണ് കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിൽ കൊന്നിരിക്കുന്നത്. അവരുടെ സ്വന്തം സതീർത്ഥ്യനായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് ചന്ദ്രശേഖരനെ, TP ചന്ദ്രശേഖരനെ കൊന്നത് ഹമാസിന്റെ നേതാവിന് കാട്ടിക്കൊടുത്താൽ അവൻ ബോധം കിട്ടുമോ? കാരണം അവന് വേണ്ടി വെടിവെച്ചിട്ടുള്ള പരിപാടി അറിയുള്ളൂ, അല്ലെ ബോംബിട്ട് ഓടുന്ന പരിപാടിയാണ് അറിയുള്ളൂ. ഇമാതിരി മനുഷ്യനെ പച്ചയ്ക്ക് ഇറച്ചി വെട്ടി നുറുക്കുന്ന പരിപാടി നടത്തുന്ന CPM ആണ് ലോകശാന്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പണ്ട് പിന്നെ ഒരു പഴഞ്ചൊല്ലായിട്ട് പറയുമല്ലോ, വേശ്യാസ്ത്രീയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയും. അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ നൃശംസതയുടെ ക്രൂരമായ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതിൽ ഒരു മടിയുമില്ലാത്തൊരു പാർട്ടി ഇപ്പൊ പറയാണ് പലസ്തീനിൽ കുറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, അവർ വല്ല വിഷമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള വ്യാജ മൂല്യങ്ങളുടെ ഒരു പാർട്ടിയാണ് CPIM. പണ്ട് മുതൽ, ഇപ്പൊ അല്ല, പണ്ട് മുതലേ വ്യാജ മൂല്യങ്ങളുടെ ഒരു പാർട്ടിയാണ്. MGS നാരായണനെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ EMS നമ്പൂതിരിപ്പാടിന്റെയൊക്കെ ത്യാഗത്തെ ശരിക്കും പൊളിച്ചെഴുതിയതാണ്. എങ്ങനെയാണ് സ്വത്ത് ഈ LRI വരുന്നതിന് മുൻപ് സ്വത്ത് ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയെന്നൊക്കെയുള്ളത് MGS നാരായണൻ തുറന്ന് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇവർ കാണിക്കുന്ന മൂല്യങ്ങളെല്ലാം തന്നെയും വ്യാജമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞവരോട് ഞാൻ 100% വിയോജിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് വെച്ചാൽ, ഈ പരസ്പരം സേവാ സമിതികൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയൊഴുക്കുകൾ ശക്തമാണ്. അങ്ങനെ പരസ്പരം സേവാ സമിതികളിലൂടെയാണ് ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. ഇലക്ഷൻ തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു ഹിന്ദുക്കളെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഡയലോഗ് പിണറായി വിജയൻ പറയും. അതിൽ കുറച്ച് പൊട്ടന്മാരായ ഹിന്ദുക്കൾ പോയിട്ട് ശരി ഇയാള് പഴയ ആളെന്നുള്ളത് വിചാരിച്ച് വോട്ട് ചെയ്യും. മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ട്, ഈ നേരത്തെ നമ്മുടെ ആരിഫ് പറഞ്ഞില്ലേ, യാചക മാഫിയ, അത് ശരിക്കും അതിനേക്കാൾ ഭിക്ഷാടന മാഫിയ, അതാണ് കറക്റ്റായിട്ട് വാക്ക്. ശരിക്കും ഭിക്ഷാടന മാഫിയാണിത്. ഇവിടെ മാത്രമല്ല, ഇതേ പണി നേരത്തെ പറഞ്ഞല്ലോ, ഹമാസിന്റെ പണി എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ ക്രൈസിസ് വെച്ചിട്ട് സാമ്പത്തികമായിട്ട് വളരുക എന്നുള്ള മാത്രമാണ്. അത് തന്നെ ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് പറയുമ്പോൾ എന്തുമാതിരി ഫ്രറ്റേണിറ്റിയാണ് അവർ തമ്മിലുള്ളത് ആലോചിക്കണം. അപ്പൊ ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടെത്തേണ്ടത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് ആണ്. ഏതൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവര് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആശയങ്ങൾ കൈമാറുന്നതിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ കഴിഞ്ഞ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, പലസ്തീനികളുടെ കുപ്പായിട്ടുണ്ട് നടക്കുക. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പറഞ്ഞിട്ട് അവരുടെ കുപ്പായിട്ടുണ്ട് നടക്കുക. ഇങ്ങനെ 100% ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക തീവ്രവാദത്തെ തഴുകി ഉറക്കുന്ന വളരെ ശക്തമായ സ്വാധീനം ഇസ്ലാമിന്, എസ്പെഷ്യലി ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് CPM-ൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാലത്ത് അതെ, നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി. പിന്നെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതീവ ദുർബലമായിട്ടുള്ള ഒരു ഡിഫൻസും ഇല്ലാത്തൊരു പാർട്ടി, കഴുത പാർട്ടിയാണ് കോൺഗ്രസ്. അതായത് അവർക്ക് നടക്കുന്ന എന്താണെന്ന് അറിയില്ല. അവർക്ക് ഉത്സവം നടക്കുന്നു, ആന വരുന്നു, അങ്ങനെ അവിടെ കടല കുറച്ച് നടക്കുന്ന വിവരമില്ലാത്ത ചെറുക്കനെ പോലെയാണ് UDF പെരുമാറുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിഘോരം പ്രസംഗിക്കുന്ന ഇതേ VD സതീശൻ ഇഫ്താർ വിരുന്ന് നടത്തിയിട്ട് മുഖ്യമന്ത്രിയെ പിന്നെ മകളുടെ കല്യാണത്തിന് സ്വീകരിക്കുന്ന അച്ഛനെ പോലെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇരുത്തി. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. സത്യത്തിൽ ഇവിടെ ഒരു ആശയ പോരാട്ടവും ഇല്ലാത്തൊരു നാടാണിത്. ഒരു തരത്തിൽ ആരും തമ്മിൽ ഒരു പ്രശ്നവും സത്യത്തിലില്ല. എല്ലാവരും ഫൈനാൻഷ്യലി സേഫാണ്, സൗണ്ടാണ്.
അവർ തമ്മിൽ പിന്നെ അന്തർധാരകളുണ്ട്, ഒരു പ്രശ്നവുമില്ല. പ്രശ്നം നമുക്കൊക്കെയാണ് ഇരിക്കാൻ പൊറുതിയില്ലാത്തതും. വാർത്തകൾ കേൾക്കുമ്പോൾ പലസ്തീനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും ബാംഗ്ലാദേശിലാണെങ്കിലും കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ, സ്ത്രീകൾ കൊല്ലപ്പെടുമ്പോൾ വിഷമം നമുക്ക് മാത്രമാണ്. ഇതിലൂടെ ജീവിക്കാൻ പഠിച്ച കള്ളന്മാരുണ്ട് ഇവിടെ. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു അവസരമാണ്. ഇത് ഉപയോഗിച്ച് അവർ വളരാൻ ശ്രമിക്കും. അതിന്റെ ഫലമായിട്ടാണ്. പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഇത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് നന്നായി. കാരണം കുറെ പേരെങ്കിലും കേൾക്കുമല്ലോ ഇതിൽ. CPM-ന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, CPM എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ച് ഇറങ്ങിയിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഇടപെടുന്ന പാർട്ടിയാണ്. മരണ വീട്ടിൽ മറ്റു പാർട്ടിക്കാരൊക്കെ കല്യാണ വീട്ടിലേ കാണുള്ളൂ. CPM-ന്റെ ഗുണം എന്താ വെച്ചാൽ, CPM-കാർക്ക് മരണ വീട്ടിലുണ്ടാവും. അവിടെ പന്തൽ വിരിക്കാനും ബോഡി എടുക്കാനും അവിടെ കസേര ഇടാനും. അതായത് സാധാരണക്കാരുടെ ഇടയിൽ ഞങ്ങൾ വളരെ ജനകീയരാണ്, നിങ്ങൾ ഏത് പ്രശ്നത്തിനും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ CPM കാലങ്ങളായി വിജയിച്ചിട്ടുണ്ട്. ആ മാളോർ അമ്മായി എന്ന് പറയുന്നത് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ മാളോർ അമ്മായിമാരാണ് അവർ. അതായത് എല്ലാ വീട്ടിലും പോയി കയറി ഇറങ്ങി ക്ഷേമം അന്വേഷിച്ച് അവിടുന്ന് ഒരുപടി പഞ്ചായത്ത് വാങ്ങി പോകുന്ന ടീമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് തോൽവി ഈ സമീപകാലത്ത് ഉണ്ടാവാത്തതിന് പ്രധാന കാരണം ഇതാണ്. അടിസ്ഥാന ജനങ്ങളുടെ ഇടയിൽ ഇവർക്കൊരു ചിന്തയുണ്ട്, ഇവരാണ് ഞങ്ങൾക്ക് എല്ലാ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമായി തന്നെന്നൊക്കെയുള്ള പല കഥകൾ ഇവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ പിടിച്ചു പോവാണ്. ഈ കുണ്ടറയിലെ ബേബി ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നോക്കൂ. ഞങ്ങൾ ഉടൻ തന്നെ വലിയ എന്താണ് വാക്ക് പറഞ്ഞവർ, ദ പാർട്ടി ഓൾസോ കണ്ടംഡ് കോർപ്പറേറ്റ് complicity in the ongoing war and called for digital resistance. ഇതൊക്കെ ചുമ്മാ പറയാണ്. ഇവർക്ക് എന്താണ് ഈ മണ്ണാങ്കട്ടാന്നറിയില്ല. MA ബേബിയുടെ ഫോണിലേക്ക് നിങ്ങൾ 9:15 വിളിച്ചു നോക്ക്, അത് റിങ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ അർത്ഥം വെച്ചാൽ അവർക്ക് ഇത് വ്യാജ മൂല്യങ്ങളുടെ ഒരു പാർട്ടിയാണത്. ആശയങ്ങൾ വായിൽ കുപ്പിളിക്കാൻ ഞങ്ങൾ പറയാം കുൽക്കൊഴിയ. ആശയങ്ങൾ വായിൽ കുലുക്കൊഴിഞ്ഞ് തുപ്പാൻ മാത്രം ഉള്ളതാണ്, അത് അകത്തേക്ക് ഇറക്കാനുള്ളതല്ല എന്ന് പാർട്ടിയുടെ ലേബലിൽ തന്നെ ഉണ്ട്. തുടങ്ങിയ കാലം മുതൽ EMS മുതലുള്ള എല്ലാ നേതാക്കളും നോക്കിക്കോളൂ, അവരൊന്നും പറഞ്ഞ മൂല്യങ്ങൾ ജീവിച്ചവരല്ല. കീറിയൊരു ബനിയൻ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് ദേശാഭിമാനി കൊടുത്താൽ സാധാരണക്കാർ വിചാരിക്കും, അയ്യോ ഇത്ര ത്യാഗികളായ നേതാക്കന്മാർ വേറെ ഇല്ല. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതിഗംഭീരമായ കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ബാങ്കുകളുടെ ഭരണവും ഒക്കെയുള്ള ഈ പാർട്ടി എങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്തു? യാതൊരു ഇൻകം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഭരണം കിട്ടാതെ ഡൽഹിയിലെ ആ പാർലമെന്റ് മന്ദിരം കാണാൻ പറ്റാതെ ദാഹിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പാർട്ടി ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോയില്ലേ? ഇവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഇവരെങ്ങനെ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നു? അതിന്റെ കാരണം കൃത്യമായ സ്വദേശീയ വിദേശീയ ബന്ധങ്ങൾ സൃഷ്ടിച്ച് ഇസ്ലാമിക പ്രീണനം നടത്തി നന്നായിട്ട് ഫണ്ട് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്നതിനിടയ്ക്ക് ഒരു പണി അടുത്ത കാലത്ത് വിപ്ലവം ഒന്നും ഇല്ലല്ലോ, പുരുഷന് യുദ്ധമൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ വിപ്ലവം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇടയ്ക്കൊരു വിപ്ലവമാണ് ഇപ്പൊ കണ്ടത്. രാത്രി 9 മുതൽ 9:30 വരെ ഫോൺ ഓഫ് ആക്കിയിടുക. ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കൂടുതൽ പാർട്ടി നഗരാനായത് ഇടയാക്കുള്ളൂ. കാരണം ചെറുപ്പക്കാർ രാത്രിയിലാണ് ഫോൺ കയ്യിലെടുക്കുന്നത്. അപ്പൊ പിന്നെ ഈ സഖാവ് പറയാണ്, നിങ്ങൾ 9 മുതൽ 9:30 വരെ നിങ്ങൾ ഫോൺ ഓഫ് ആക്കി ഇടും എന്ന് പറഞ്ഞാൽ ഇതൊരു തരം വല്ലാത്തൊരു പ്രതിസന്ധി. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളോടൊന്നും ഇങ്ങനെ ഉപദേശിക്കാൻ പാടില്ല. ഈ അമ്മാവൻ സ്വഭാവം ഇവർ മാറ്റിയില്ലെങ്കിൽ അതുമാത്രമല്ല, CPM-ന്റെ തന്നെ സൈബർ പോരാളികൾ അവരുടെ PR വർക്കുകൾ നടത്തുന്ന സമയം കൂടിയാണ്. അല്ല, പോരാളി ഷാജിയൊക്കെ എന്ത് ചെയ്യും? പോരാളി ഷാജി പോസ്റ്റ് ഇടുന്ന തന്നെ 9-9:30 ഉള്ളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവനാണ് ഈ പാർട്ടി പിടിച്ചു നിർത്തുന്നത് ഇവിടെ. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഇതൊക്കെ നശിച്ചു, ഇതിന്റെ ആശയ കല്ലറയൊക്കെ പൊളിഞ്ഞു. ഇനി ആകെ ഉള്ളത് ഈ പറഞ്ഞ ചില കോലങ്ങൾ മാത്രമാണ്. ഇവരിങ്ങനെ ആളുകൾ ഓരോന്ന് പറഞ്ഞ് ചാട്ടുകയറ്റുകയാണ്. ഒരു കാര്യം പറഞ്ഞാൽ വളരെ ഇതിലൊരു അപകടകര അവസ്ഥ വരെ ഉള്ളത്, കേവലം ഇസ്രായേൽ ആണ് അക്രമകാരികൾ. പലസ്തീൻ ജനത അല്ലെങ്കിൽ ഹമാസ് ഒരു കല്ലെടുത്ത് പോലും ആരെ എറിയാത്ത പാവങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ ഇവർ നേടുന്നത് അതിഭീകര, അതായത് വെറും തീവ്രമല്ല, അൾട്രാ എക്സ്ട്രീം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ സുപ്രീംലി അത്രയും വലിയ ഭീകരവാദികളുടെ കൈയടിയാണ്. എന്ന് വെച്ചാൽ കേരളത്തെ ഇത്തരം ആളുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള തന്ത്രമായിട്ടാണ് ഈ നയം സ്വീകരിച്ചിരിക്കുന്നത്. 2 കൈയും കൂട്ടിമുട്ടാതെ ശബ്ദം ഉണ്ടാവില്ല. കാലങ്ങളായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മുഴുവൻ എല്ലായിടത്തും ഓടി തളർന്ന് അവസാനം സ്വന്തം രാഷ്ട്രം കിട്ടിയ ഇസ്രായേലിന് അവിടെ പോലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ചുറ്റോട് നിന്ന് ആക്രമിക്കുകയാണ് ഇവരെ. ഗസ സ്ട്രിപ്പിന് വേണ്ടി ആണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിന്റെ മൂലബിന്ദു ഇരിക്കുന്നത് കേവലമായ മതഭ്രാന്തിലാണ്. അതായത് ജൂതനെ വിശ്വസിക്കരുത് എന്ന അവരുടെ അടിസ്ഥാന മതബോധനത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നാളെ ഇവര് ഇസ്രായേൽ പറയാണ് ഞങ്ങളെല്ലാം കൂട്ടത്തോടെ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഗസയിലെ പ്രശ്നം അവസാനിക്കും. അതായത് ഇറ്റ് ഈസ് ബേസിക്കലി എ റിലീജിയസ് ഇഷ്യൂ, നോട്ട് എ ജിയോഗ്രാഫിക്കൽ വൺ. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോ CPM ഏതിന്റെ വാല പിടിക്കുന്നത്? അതിഭീകര ഇസ്ലാമിസത്തിന്റെ വാലാണ് പിടിക്കുന്നത്. ആ സിംഹം അല്ലെങ്കിൽ ആ പുലി അല്ലെങ്കിൽ ആ കഴുതപ്പുലി ഈ പറഞ്ഞ CPM-ന്റെ ആളുകളെ തന്നെ വിഴുങ്ങുകയും ചെയ്യും. CPM-ന് ഒരിക്കലും നമുക്കറിയാം, നജീബുള്ളിയൊക്കെ കൊന്നിട്ട്
തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് അയാളുടെ ലിംഗം ഛേദിച്ച് വായിൽ തിരികെയാണ് ചെയ്തത്. കെട്ടിത്തൂക്കി, പരസ്യമായി കെട്ടിത്തൂക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ നേതാവിനെ. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ ഒരു ചരിത്ര ബോധവുമില്ലാത്ത കോമാളികളായിട്ട് CPM മാറുകയാണ്. ഇതൊക്കെ എന്ത് സമരമുറയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, തീർച്ചയായും ശ്രീ വിദ്യാസാഗർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് അതിശക്തമായ പ്രീണനം CPM വിരൽ ചൂണ്ടുന്നത് അതിശക്തമായ അതിഭീകര ഇസ്ലാമിസത്തിനോടുള്ള ഐക്യദാർഢ്യത്തോടുകൂടിയാണ്. അത് മനസ്സിലാക്കി മറ്റു സമുദായങ്ങൾ CPM-നെ പുരയ്ക്കകത്തുനിന്നും മനസ്സിൽ നിന്നും അടിച്ചു പുറത്താക്കണം. അതെ, തീർച്ചയായും.